അതുപോലെ ലൂഫിയെ സഹായിക്കാൻ വന്ന ജീറ്റ്, അബ്ദുള്ള ഇവർ 5 പേരാണ് ആ കാളയുടെ പുറത്തിരുന്ന് പീക്കയുടെ കയ്യിലൂടെ കയറി പോകുന്നത്. മുകളിലേക്ക് വരുന്ന ലൂഫിയെ കണ്ട പീക്ക ആവട്ടെ അവന്റെ പൊട്ടിപ്പോയ കൈ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അത് കണ്ട് ലൂഫി പെട്ടെന്ന് കാളയുടെ പുറത്തുനിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് ഗിയർ 3 യൂസ് ചെയ്ത് ചാടി വന്ന് പീക്കയുടെ അറ്റാക്ക് മറികടന്ന് അവന്റെ ആ വലിയ തല അടിച്ചു പൊട്ടിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും പീക്കയ്ക്കൊന്നും സംഭവിച്ചില്ല. അവനെ എത്ര അടിച്ചു പൊട്ടിച്ചാലും പീക്കയ്ക്കൊന്നും സംഭവിക്കില്ല. കാരണം അത് അവന്റെ ശരീരമല്ല. ഈ കാര്യങ്ങളൊക്കെ സോറോ ലൂഫിക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം നമ്മുടെ സോറോ ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിച്ച് പീക്കയുടെ ശരിക്കുള്ള ശരീരം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ കല്ലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പീക്ക അവന്റെ കത്തിയെടുത്ത് ലൂഫിയെ വെട്ടാൻ അടുത്തേക്ക് എത്തിയതും നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ചാടി വന്ന് അവന്റെ ആ അറ്റാക്ക് തടഞ്ഞു. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ക്യാപ്റ്റനെ നീ തൊടില്ല എന്നൊരു രീതിയിൽ. അപ്പൊ മുമ്പിലേക്ക് ഓടിപ്പോകുന്ന ലൂഫി സോറോയോട്, സോറോ ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഞാൻ പോയി ഡോഫ്ലംഗോയുടെ ചന്തി അടിച്ച് പൊട്ടിക്കട്ടെ. ക്യാപ്റ്റൻ എന്നാ ശരി, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ സോറോയോട് പീക്ക മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറയുമ്പോ, എന്റെ ക്യാപ്റ്റൻ നിന്നെ പോലെ ഒരു ഉപയോഗമില്ലാത്ത കല്ലിന്റെ കൂടെ ഫൈറ്റ് ചെയ്യില്ല. നീ എന്റെ ഈ വാളിന് വെട്ടി തീരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ സോറോ പീക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ലൂഫി ആവട്ടെ പീക്കയുടെ കാര്യങ്ങൾ മുഴുവൻ സോറോയെ ഏൽപ്പിച്ച് നേരെ ഡോഫ്ലംഗോ ഇരിക്കുന്ന കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ലൂഫിയുടെ കൂടെ തന്നെ അവനെ സഹായിക്കാൻ അബ്ദുള്ളയും ജീറ്റും ഉണ്ട്. ലൂഫി എത്ര പറഞ്ഞിട്ടും രണ്ടുപേരും പോകുന്നില്ല. അതുകൊണ്ട് അവൻ അവരെ അവന്റെ കൂടെ കൂട്ടി. അല്ല, അവര് വിടാതെ പിടിച്ച് വലിഞ്ഞു കയറി. നേരത്തെ പീക്ക് അവന്റെ പവർ ഉപയോഗിച്ച് ഈ സ്ഥലം മൊത്തം കുഴച്ചും മറിച്ച് ഈ ഐലൻഡിന്റെ മൊത്തം സ്ട്രക്ചറും മാറ്റിയില്ലേ. അപ്പൊ അവൻ ഡോഫ്ലംഗോ ഇരിക്കുന്ന കൊട്ടാരം മാത്രം ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് ബാക്കിയുള്ളവർക്ക് എത്തണമെങ്കിൽ ഒരു 3 ലെവൽ കയറണം. അതായത് ആ കൊട്ടാരമുള്ളത് ഒരു 3 ലെവൽ ബ്ലോക്കിന്റെ മുകളിലാണ്. ആ കൊട്ടാരത്തിലേക്ക് അത്ര പെട്ടെന്ന് ആരും കയറി പോകാൻ പാടില്ല. അവിടേക്ക് ഒരുത്തിനും എത്താൻ പാടില്ല. അതിനുവേണ്ടിയാണ് പീക്ക അങ്ങനെ ചെയ്തത്. പക്ഷേ നമ്മുടെ ലൂഫി ആവട്ടെ പീക്കയുടെ ആ വലിയ ബോഡിയിലൂടെ കയറി 1ാമത്തെ ലെവലിലേക്ക് എത്താനായി. മറ്റൊരു ഭാഗത്തു നിന്ന് നേരത്തെ ലൂഫിയെ സഹായിക്കണമെന്ന് പറഞ്ഞു വന്ന പൈററ്റ്സ് എല്ലാത്തിനെയും അടിച്ച് താഴെയിട്ട് 1ാമത്തെ ലെവലിലേക്ക് തന്നെ ഓടി വരുന്നുണ്ട്. മറ്റൊരു ഭാഗത്തു നിന്ന് അഡ്മിറൽ ഫുജിറ്റോറ. ഇനി വേൾഡ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവിന് വേണ്ടി കാത്തുനിന്നിട്ട് ഒരു പ്രയോജനമില്ല. അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഡോഫ്ലംഗോയെ തടയണം എന്ന് ചിന്തിക്കുന്ന ഫുജിറ്റോറ തനിക്ക് കൂട്ടാൻ പറ്റുന്ന അത്രയും മറൈൻ സോൾജേഴ്സിനെ കൂട്ടിക്കൊണ്ട് 1ാമത്തെ ലെവലിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നിന്ന് കീറോസ് ജനങ്ങൾ അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെയൊക്കെ മാറ്റി നിർത്തി ഡോഫ്ലംഗോയെ കൊല്ലാൻ വേണ്ടി 1ാമത്തെ ലെവലിലേക്ക് ഓടി വരുന്നു. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ആൾക്കാരും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇനി 2ാമത്തെ ഫ്ലോറിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ തടയാൻ വേണ്ടി ഡോങ്കിഹോത്തെ ഫാമിലിയിലെ മാച്ച് വൈസ്, ഡെലിഞ്ചിയർ, ലാവോജി, ബേബി 5, ഗ്ലാഡിയസ് ഇവർ 5 പേരും മുകളിലേക്ക് കയറി വരുന്നവരെ തടയാൻ വേണ്ടി 2ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. അവർക്ക് അവിടെ നിന്നുകൊണ്ട് താഴെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും. അതായത് ഈ ഐലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും മുകളിലേക്ക് കയറി വന്നാൽ അവരെ തടയാൻ അവർ തയ്യാറാണ്. ഇതേ സമയത്ത് സ്മൈൽ ഫാക്ടറി നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഫ്രാങ്കി അങ്ങനെ അവസാനം ആരും കാണാതെ സ്മൈൽ ഫാക്ടറിയുടെ മുമ്പിലേക്ക് എത്തി. എന്നിട്ട് അവൻ എത്രയും പെട്ടെന്ന് ആ സ്മൈൽ ഫാക്ടറി നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വരുന്ന സെന്യോർ പിഗ് ഫ്രാങ്കിയെ തൂക്കിയെടുത്ത് താഴേക്ക് അടിച്ചു. ഇനി സെന്യോർ പിഗിനെ മറികടക്കാതെ അവൻ ആ ഫാക്ടറി നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രാങ്കി സെന്യോർ പിഗിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ലൂഫി ലെവൽ 1ലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂടെയുള്ള ലോ പെട്ടെന്ന് ലൂഫിയോട്, ഹേയ് മുഖിവരായ, എനിക്കറിയാം നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഡോഫ്ലംഗോയെ കൊല്ലാതെ മറ്റൊരു വഴിയില്ലാന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതും ശരിയാണ്. എനിക്കും ഡോഫ്ലംഗോയെ കൊല്ലണമെന്നുണ്ട്. അവൻ നേരത്തെ എന്നെ തോൽപ്പിച്ചു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ സംഭവിക്കില്ല. കാരണം 13 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ മനുഷ്യനെ ഡോഫ്ലംഗോ അവന്റെ കൈകൊണ്ട് കൊന്നു കളഞ്ഞു. അയാളുടെ പേരാണ് കൊറോസോൺ. അയാളും ഡോങ്കിഹോത്തെ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരുന്നു. അതിന് പുറമെ ഡോഫ്ലംഗോയുടെ സ്വന്തം സഹോദരനായിരുന്നു. അത് കേട്ട നമ്മുടെ ലൂഫി പെട്ടെന്ന് ഷോക്കായി. ഇതേ സമയത്ത് വിയോല ആവട്ടെ ലോയുടെ കയ്യിലെ ബലം കഴിക്കാനുള്ള ചാവി കണ്ടുപിടിച്ച് റോബിനും ബാക്കിയുള്ള ആൾക്കാരുള്ള സ്ഥലത്തേക്ക് വന്നു. അപ്പൊ വിയോലയെ കാണുന്ന കിങ് റീക്കു, വിയോല നീ എന്തിനാ പൈററ്റ്സിനെ സഹായിക്കുന്നേ? അവരൊക്കെ വെറും പൈററ്റ്സ് അല്ലേ? പൈററ്റ്സിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റൊരു പൈററ്റ് ആണ്. അതുകൊണ്ട് പൈററ്റ്സിനെ വിശ്വസിക്കരുത്. അത് കേട്ട വിയോല ആവട്ടെ, അച്ഛാ ശരിയാണ്, പൈററ്റ്സ് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചു. അവര് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ ജനങ്ങളെല്ലാവരും ഇപ്പൊ വലിയ പ്രശ്നത്തിലാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ സ്ട്രോ ഹാർട്സ് പൈററ്റ്സിനെ വിശ്വസിക്കാൻ തീരുമാനിച്ചു. ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഡോഫ്ലംഗോയെ സഹായിക്കുന്നത് വേൾഡ് ഗവൺമെന്റ് തന്നെയാണ്. അവന് വാർലോഡ് എന്ന പദവി കൊടുത്തതും വേൾഡ് ഗവൺമെന്റ് ആണ്. അവൻ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ആരും നമ്മളെ സഹായിക്കാൻ വന്നില്ല. ഒരാൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കിയില്ല. ഇത്രയും വർഷമായിട്ടും വേൾഡ് ഗവൺമെന്റ്, നേവി ഇവരൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നു? അവരൊന്നും നമ്മളെ സഹായിക്കാൻ പോലും വന്നില്ലല്ലോ. അവരൊന്നും ഇനിയും വരാൻ പോകുന്നില്ല. ഇവിടെ നരകിച്ചോണ്ടിരിക്കുന്ന ജനങ്ങളുടെ ശബ്ദമൊന്നും അവർക്ക് കേൾക്കാൻ പോലും കഴിയില്ല. അവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കില്ല. അവർക്ക് വേണ്ടത് മാത്രമേ കാണുള്ളൂ. അവർക്ക് വേണ്ടത് മാത്രമേ കേൾക്കുകയുള്ളൂ. ഇവിടുത്തെ ജനങ്ങളുടെ കരച്ചിലൊന്നും ആരും കേൾക്കില്ല. അവരുടെ സങ്കടങ്ങളൊന്നും ആരും കാണില്ല. പക്ഷെ ഇവിടേക്ക് വന്ന സ്ട്രോ ഹാർട്സ് അങ്ങനെയല്ലായിരുന്നു. അവരൊരു പൈററ്റ്സ് ആണെന്ന് പോലും നോക്കാതെ അവരെല്ലാ ജനങ്ങളെയും സഹായിക്കാൻ തീരുമാനിച്ചു. അവരിവിടെയുള്ള ആൾക്കാരെ മനുഷ്യന്മാരായിട്ട് കണ്ടു എന്നിങ്ങനെ കിങ് റീക്കുവിനോട് വിയോല പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടൊണ്ടാട്ട ട്രൈബിലെ ജനങ്ങള് കിങ് റീക്കുവിന് ഊസോപ്പിനെ കാണിച്ചു കൊടുത്ത്, ഇതാണ് ഞങ്ങളുടെ ഊസോ ലാൻഡ്, ഞങ്ങളുടെ ഹീറോ, ഇദ്ദേഹം സ്ട്രോ ഹാർട്സ് പൈററ്റ്സിലെ ഒരു മെമ്പറാണ്, ഇദ്ദേഹമാണ് നമ്മളെ എല്ലാവരെയും സഹായിച്ചത് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ കിങ് റീക്കുവിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന കിങ് റീക്കു തന്റെ മനസ്സിലെ, സ്ട്രോ ഹാറ്റ് നീ എന്ത് തരം മനുഷ്യനാണ്? ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും നിന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും നിന്നിലാണ് പ്രതീക്ഷ. അതുകൊണ്ട് നീ എന്ത് തരം മനുഷ്യനാണ്? നീ
ഒരു പൈററ്റ് ആണോ? ഇപ്പൊ ഇവിടെ നമ്മുടെ ലൂഫി ആവട്ടെ അവനെ തടയാൻ വരുന്ന ഡോഫ്ലംഗോയുടെ ആൾക്കാരെ മുഴുവൻ അടിച്ച് തെറിപ്പിച്ച് അവസാനം അവൻ ലെവൽ 1ലേക്ക് എത്തി. അവിടേക്ക് ആദ്യം എത്തിയത് നമ്മുടെ ലൂഫിയാണ്. പക്ഷേ ലൂഫിയുടെ പുറകെ തന്നെ ബാക്കിയുള്ള എല്ലാ പൈററ്റ്സും അവിടേക്ക് എത്തി. അവരെല്ലാവരും എങ്ങനെയാണ് ലെവൽ 1ലേക്ക് എത്തിയെന്ന് വെച്ചാൽ അവരുടെ കൈ കൊണ്ടാണ് പിടിച്ച് കയറിയത്. അവരുടെ കൂട്ടത്തിൽ കാവൻഡിഷിന് മാത്രം ഒരു കുതിരയുണ്ട്. അതുകൊണ്ട് അവൻ മാത്രമാണ് ആ കുതിരയുടെ സഹായത്തോടെ മുകളിലേക്ക് എത്തിയത്. ബാക്കിയുള്ള എല്ലാവരും കൈകൊണ്ട് പിടിച്ചു കയറിയതാണ്. ഇപ്പൊ ലെവൽ 1ലേക്ക് നമ്മുടെ ലൂഫിയാണ് ആദ്യം എത്തിയതെങ്കിലും അവന്റെ പുറകെ തന്നെ ബാക്കിയുള്ള എല്ലാവരും അവിടേക്ക് വന്നു. ഇനി അവർക്ക് മുമ്പേ ലൂഫി ലെവൽ 2ലേക്ക് എങ്ങനെ എത്തുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവനെ അവിടെ വെച്ച് കാണുന്ന കെല്ലി ഫങ്ക് മുകളിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ ലൂഫിക്ക് മറ്റൊരു വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ ലൂഫി എത്രയും പെട്ടെന്ന് അതിലൂടെ കയറി പോകുമ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുള്ളയും ജീറ്റും എൻട്രൻസിന്റെ ഭാഗത്ത് തലയിടിച്ച് താഴെ വീണു. പക്ഷെ ഇപ്പോൾ അതൊന്നും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ലൂഫി എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് പോകുന്നു. ഇങ്ങനെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലൂഫിയെ ട്രാൻസ്പോണ്ടർ സ്റ്റൈൽ വഴി റോബിൻ വിളിച്ചു. എന്നിട്ട് അവരെല്ലാവരും ലൂഫിയോട് അവർക്ക് ലോയുടെ കയ്യിലെ വിലം കഴിക്കാനുള്ള ചാവി കിട്ടി, അതുകൊണ്ട് ഇനി അവരെല്ലാവരും എത്രയും പെട്ടെന്ന് നേരിട്ട് ഫ്ലവർ ഫീൽഡിലേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞു. അതായത് ആ കൊട്ടാരം ഉള്ളത് ഇപ്പൊ ഫ്ലവർ ഫീൽഡിലാണ്. അതുകൊണ്ട് അവരെല്ലാവരും നേരിട്ട് അവിടേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടേക്ക് ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോബിൻ, ബാർത്തലോമിയോ, റബേക്ക, ടൊണ്ടട്ട ട്രൈബിലെ ലിയോ, ഇവര് 4 പേരുമാണ് ആ ചാവി കൊണ്ട് അവിടേക്ക് പോകുന്നത്. അതും എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു കൂട്ടം പറക്കുന്ന വണ്ടികളെ പിടിച്ച് അവറ്റങ്ങളുടെ സഹായത്തോടെ എങ്ങനെയൊക്കെ ചാടിയാണ് അവിടേക്ക് പോകുന്നത്. ടൊണ്ടട്ട ട്രൈബിലെ ലിയോ അവിടേക്ക് പോകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ടൊണ്ടട്ട ട്രൈബിലെ മാൻഷേരി എന്ന് പറയുന്ന പ്രിൻസസിനെ ആ കൊട്ടാരത്തിലാണ് ഡോഫ്ലംഗോ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രിൻസസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവരെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ലിയോ അവിടേക്ക് പോകുന്നത്. കൂടാതെ റീക്കു ആർമിയിലെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ സെന്യോർ പിഗിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഫ്രാങ്കിയുടെ അടുത്തേക്കാണ് പോയത്. കാരണം സ്മൈൽ ഫാക്ടറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവർ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവരെ ആദ്യം എങ്ങനെയെങ്കിലും പുറത്തിറക്കിയിട്ട് വേണം ആ സ്മൈൽ ഫാക്ടറി നശിപ്പിക്കാൻ. പക്ഷെ അവർക്ക് ഇതുവരെ സത്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അവരെ ആദ്യം സത്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷം വേണം പുറത്തേക്ക് കൊണ്ടുവരാൻ. ഇതിനു വേണ്ടിയാണ് അവരെല്ലാവരും ഫ്രാങ്കിയുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പൊ ഫ്രാങ്കിയുടെ അടുത്തേക്ക് വരുന്ന അവര് എങ്ങനെയെങ്കിലും സെന്യോർ പിഗിന്റെ കൂടെ കുറച്ചു നേരം ഫ്രാങ്കിയോട് പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. എന്നാലേ അവർക്ക് സ്മൈൽ ഫാക്ടറിയുടെ അകത്തുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ ഫ്രാങ്കി സെന്യോർ പിഗിന്റെ കൂടെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ അവർ പെട്ടെന്ന് സ്മൈൽ ഫാക്ടറിയുടെ പുറത്ത് നിന്ന് നമ്മളെ ഇവർ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു, നമ്മുടെ പ്രിൻസസിന് ഒരു കുഴപ്പമില്ല, ഇവർ ഇത്രയും കാലം നമ്മുടെ പ്രിൻസസിന്റെ പേരും പറഞ്ഞ് നമ്മളെ പണിയെടുപ്പിക്കുകയായിരുന്നു എന്നിങ്ങനെയുള്ള മുഴുവൻ സത്യങ്ങളും അവർ പുറത്തു നിന്നുകൊണ്ട് അകത്തുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. അവർ ഇത്രയും വർഷം പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്ന അകത്തുള്ള ആൾക്കാരാവട്ടെ അവരെ കള്ളം പറഞ്ഞ് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്ന ഡോഫ്ലംഗോയുടെ ആൾക്കാരെ ചാടി വന്ന് അടിച്ച് താഴെയിട്ടു. ഇതിനുശേഷം അവർ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സ്മൈൽ ഫാക്ടറിയുടെ വാതിൽ തുറക്കണം, എന്നാലേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇതേ സമയത്ത് താഴെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അഡ്മിറൽ ഫുജിറ്റോറയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറൈൻ സോൾജേഴ്സിനെയും നമ്മുടെ സാബോ തടഞ്ഞു നിർത്തി. അയാളിനി ലൂഫിയുടെ പുറകെ പോവാതിരിക്കാനാണ് സാബോ അങ്ങനെ ചെയ്തത്. അപ്പൊ ലൂഫി തന്റെ ബ്രദർ ആണെന്നുള്ള കാര്യം സാബോ അവരോട് പറയുന്നുണ്ട്. ആ സമയത്ത് സാബോയെ കണ്ട് ദേഷ്യം വരുന്ന കുറച്ച് മറൈൻ സോൾജേഴ്സ് അവിടെയുള്ള വൈസ് അഡ്മിറൽ പറയുന്നത് പോലും കേൾക്കാതെ പെട്ടെന്ന് സാബോയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ സാബോയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവനൊരു പോറൽ പോലും പറ്റിയില്ല. അവരിനി എത്ര തന്നെ അറ്റാക്ക് ചെയ്താലും സാബോയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് അഡ്മിറൽ ഫുജിറ്റോറയ്ക്ക് അറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാബോ ഹാക്കി യൂസ് ചെയ്യുന്നതിൽ ഒരു കില്ലാടിയാണ്, പ്രത്യേകിച്ച് ആർമമെന്റ് ഹാക്കി. അതിന്റെ കൂടെ തന്നെ സാബോയ്ക്ക് ഒരുപാട് ടെക്നിക്സും അറിയാം. പോരാത്തതിന് ദേ ഇപ്പൊ ഒരു ഡോൾ ഫ്രൂട്ടും തിന്നു, അതും ഫ്ലെയർ ഫ്രൂട്ട്, ഒരു ലോജിയ ടൈപ്പ് ഡോൾ ഫ്രൂട്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് സാബോയെ തോൽപ്പിക്കണമെങ്കിൽ അവർ കുറച്ച് വേർക്കും. അവരോട് സാബോ ആദ്യമേ പറഞ്ഞിരുന്നു, എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണ്ട, നിങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു വിട്ടോ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല എന്ന്. പക്ഷെ അത് കേൾക്കാതെ അവർ സാബോയെ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് സാബോ എല്ലാത്തിനെയും പെറുക്കി എടുത്തടിച്ചു. ശേഷം അവൻ അഡ്മിറൽ ഫുജിറ്റോറയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഫുജിറ്റോറയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ തന്റെ മുഴുവൻ പവറും യൂസ് ചെയ്യാൻ കഴിയില്ല. അതായത് ഫുജിറ്റോറയ്ക്ക് കോമറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തന്റെ ഗ്രാവിറ്റി പവർ ഉപയോഗിച്ച് കോമറ്റിനെ വലിച്ചു കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോ ഈ ഐലൻഡ് മുഴുവൻ ഡോഫ്ലംഗോയുടെ സ്ട്രിങ് കവർ ആയതുകൊണ്ട് ഫുജിറ്റോറ ആകാശത്ത് നിന്ന് കൊണ്ടുവരുന്ന കോമറ്റ് ആ സ്ട്രിംഗിൽ തട്ടി കഷ്ണമായിട്ട് മാറും. കൂടാതെ അത് കാരണം ഒരുപാട് ജനങ്ങൾക്ക് പരിക്ക് പറ്റും. ഈ ഒരു കാരണം കൊണ്ട് ഫുജിറ്റോറയ്ക്ക് തന്റെ മുഴുവൻ പവർ എടുക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഫുജിറ്റോറ തന്റെ ഉള്ള പവർ വെച്ച് സാബോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. നേരത്തെ കെല്ലി ഫങ്ക് പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോകുന്ന ലൂഫി മുന്നിലേക്ക് പോയി അവസാനം അതിന്റെ അകത്തുള്ള വെള്ളത്തിൽ കുടുങ്ങി. ഇത് ലൂഫിയെ കൊല്ലാൻ വേണ്ടി കെല്ലി ഫങ്ക് ചെയ്ത അവന്റെ പ്ലാൻ ആണ്. അതായത് കെല്ലി ഫങ്കിന് ലൂഫിയെ കൊല്ലാൻ അവൻ ചെയ്തു വെച്ചൊരു ട്രാപ്പ്. അങ്ങനെ ട്രാപ്പിൽ നമ്മുടെ ലൂഫി കുടുങ്ങി. അപ്പൊ പുറത്തുള്ള കെല്ലി ഫങ്ക് ആവട്ടെ ലൂഫിയെ കൊല്ലാൻ വേണ്ടി അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്ന് ആരോ അവന്റെ ആൾക്കാരെയും വെട്ടി താഴെയിട്ടു. അത് മറ്റാരുമല്ല, നമ്മുടെ ഡോഫ്ലംഗോയാണ്. പക്ഷെ ഇത് ശരിക്കുള്ള ഡോഫ്ലംഗോ അല്ല, ഡോഫ്ലംഗോയുടെ ഒരു ക്ലോൺ ആണ്. അവന്റെ സ്ട്രിങ് യൂസ് ചെയ്തുണ്ടാക്കുന്ന വെറും ഒരു ക്ലോൺ. ആ ക്ലോൺ എന്നിട്ട് അകത്ത് കുടുങ്ങിപ്പോയ ലൂഫിയുടെ അടുത്തേക്ക് വന്നു. ആദ്യം ആ ക്ലോൺ ആ കാളെ വെട്ടി താഴെയിട്ടു. അങ്ങനെ നമ്മുടെ ലൂഫി മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ശേഷം ആ ക്ലോണ് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പുറത്തുണ്ടായിരുന്ന ജീറ്റും അബ്ദുള്ളയും ചാടി വന്ന് ആ ക്ലോണിനെ വെട്ടി നശിപ്പിച്ചു. അവര് രണ്ടുപേരും കൃത്യസമയത്ത് വന്നതുകൊണ്ട് നമ്മുടെ ലൂഫി രക്ഷപ്പെട്ടു. പക്ഷെ ഇതേ സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും രണ്ടാമത്തെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ലൂഫി മാത്രം ഒരുപാട് വൈകിപ്പോയി. അവനിനി മുകളിലേക്ക് എത്താൻ നേരെയുള്ള വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇനിയും സമയം ഒരുപാട് വൈകും. അതുകൊണ്ട് മുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ നമ്മുടെ ലൂഫി ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ മുകൾ ഭാഗം അടിച്ചു പൊളിക്കും. അങ്ങനെ രണ്ടാമത്തെ ലെവലിലേക്ക് താഴെ നിന്നൊരു വലിയ ഹോൾ ഉണ്ടായി. അതിലൂടെ നമ്മുടെ ലൂഫിയും ബാക്കിയുള്ളവരും രണ്ടാമത്തെ ലെവലിലേക്ക് എത്തി. ആ സമയത്ത് ലൂഫിയുടെ പുറകെ തന്നെ കീറോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലൂഫി ഉണ്ടാക്കിയ വഴിയിലൂടെ കീറോസും രണ്ടാമത്തെ ലെവലിലേക്ക് എത്തി. രണ്ടാമത്തെ ലെവലിലേക്ക് വന്ന ആൾക്കാരെ തടയാൻ അവിടെ ഡോഫ്ലംഗോയുടെ ആൾക്കാരുണ്ട്. അങ്ങനെ ഡോഫ്ലംഗോയുടെ ആൾക്കാരും ലൂഫിയെ സഹായിക്കാൻ വന്ന ആൾക്കാരും പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. ഡോഫ്ലംഗോയുടെ ആൾക്കാർ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യും, അവർക്ക് എന്തൊക്കെയാണ് പവർ എന്നിങ്ങനെയുള്ള ഒരു കാര്യം ആ പൈററ്റ്സിന്
ലുഫിക്കിന് അറിയില്ല. കൂടാതെ അവരെല്ലാവരും ഒരുമിച്ച് നിന്നല്ല ഫൈറ്റ് ചെയ്യുന്നത്, പകരം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവർക്കെല്ലാവർക്കും എങ്ങനെയെങ്കിലും ഡോഫ്ലംഗോയുടെ അടുത്തേക്ക് എത്തിയാൽ മതി, ആരാദ്യം ഡോഫ്ലംഗോയെ കൊല്ലും എന്നുള്ളൊരു മത്സരം പോലെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഡോഫ്ലംഗോയുടെ ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതായത് ടീമായിട്ട് ഫൈറ്റ് ചെയ്തതിന്റെ എല്ലാ പ്രശ്നം അവർക്കുണ്ട്. ഇപ്പോൾ ആർക്കും മുകളിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ തോന്നിയ പോലെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കും മുകളിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് അവർക്കെതിരായിട്ട് നിൽക്കുന്ന ഡോഫ്ലംഗോയുടെ ആൾക്കാരെ നേരിട്ടു. ഡോഫ്ലംഗോയുടെ ആൾക്കാരെ അവർ നേരിടുന്ന ഈ സമയത്ത് നമ്മുടെ ലൂഫിയോട് മാത്രം അവർ മുകളിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ലൂഫി കാവൻഡിഷിന്റെ കുതിരപ്പുറത്ത് ചാടി കയറി. നമ്മുടെ ലൂഫിയുടെ കൂടെ തന്നെ കീറോസും പോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കാവൻഡിഷിന്റെ കുതിരപ്പുറത്ത് കയറി. അവസാനം അവരെല്ലാവരും ഓടി ഓടി മൂന്നാമത്തെ ലെവലിലേക്ക് എത്തി. ഇതിന്റെ തൊട്ട് മുകളിലാണ് ഡോഫ്ലംഗോയുടെ കൊട്ടാരം ഉള്ളത്, അതായത് ഡോഫ്ലംഗോ ഒളിച്ചിരിക്കുന്ന കൊട്ടാരം. താഴെ മൂന്നാമത്തെ ലെവലിലേക്ക് എത്തിയ ലൂഫിയെ തടയാൻ വേണ്ടി അവിടെ ഒരുപാട് ജയന്റ് ആയിട്ടുള്ള ടോയ് സോൾജേഴ്സ് നിൽക്കുന്നുണ്ട്. ആ ടോയ് സോൾജേഴ്സ് പെട്ടെന്ന് അവിടേക്ക് വന്ന ലൂഫി അവന്റെ കൂടെയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് ആ ജയന്റ് ആയിട്ടുള്ള ടോയ് സോൾജേഴ്സിനെ നമ്മുടെ ലൂഫി അവന്റെ കൂടെ വന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ടോയ് സോൾജേഴ്സിനൊന്നും സംഭവിക്കുന്നില്ല. ആ ടോയ് സോൾജേഴ്സിന്റെ ബോഡി എത്ര തന്നെ അടിച്ച് നശിപ്പിച്ചാലും ആ ടോയ് സോൾജേഴ്സ് അത് പഴയതുപോലെ തന്നെ തിരിച്ചു വയ്ക്കും. അതായത് അതിനെ എത്രത്തോളം അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും മുകളിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി അവർ ആ ടോയ് സോൾജേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് ലൂഫിക്ക് ചാവി കൊടുക്കാൻ വേണ്ടി 4ാമത്തെ ഫ്ലോറിലേക്ക് നേരിട്ട് പറന്നു വന്നുകൊണ്ടിരിക്കുന്ന റോബിൻ, ബാർത്തലോമിയോ, റെബേക്ക, ലിയോ ഇവർ 4 പേരും നമ്മുടെ സോറോ പീക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അവരെ കാണുന്ന പീക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സോറോയെ വിട്ടിട്ട് അവന്റെ ആ വലിയ കൈ കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അവിടെ ഉണ്ടാകുമ്പോൾ അവരൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അവരെ അറ്റാക്ക് ചെയ്യാൻ പീക്കയുടെ കൈ അവരുടെ അടുത്തേക്ക് എത്തിയതും നമ്മുടെ സോറോ ചാടി വന്ന് 3 സോഡ് സ്റ്റൈൽ യൂസ് ചെയ്ത് പീക്കയുടെ ആ വലിയ ബോഡിയുടെ പകുതി ഭാഗം ഒരേ ഒരു വെട്ടിന് 2 കഷ്ണമായിട്ട് വെട്ടിമുറിച്ചു. എന്നാൽ ഈ പ്രാവശ്യം പീക്കയുടെ ശരിക്കുള്ള ശരീരവും വീക്കായി. അവന്റെ വായിക്കകത്തുനിന്ന് ചോര വരെ പുറത്തു വന്നു. അത് കാണുന്ന നമ്മുടെ സോറോയ്ക്ക് അവന്റെ ബലഹീനത എന്താണെന്ന് മനസ്സിലായി. അതായത് പീക്കയുടെ പവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ സോറോയ്ക്ക് മനസ്സിലായി. സോറോ എന്നിട്ട് തളർന്നിരിക്കുന്ന പീക്കയുടെ അടുത്തേക്ക് വന്ന്, ഹേയ് സോപ്രാനോ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. അത് സ്ട്രോ ഹാറ്റ്സിൽ സ്ട്രോ ഹാറ്റ് ലൂഫിയും ഗോഡ് ഊസോപ്പും മാത്രമല്ല ഉള്ളത്. ഒരു ദിവസം ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആവാൻ പോകുന്നവനാണ് ഞാൻ. ആ കാര്യം നീ മറക്കണ്ട. സോറോ പറയുന്നത് കേട്ട ബാർത്തലോമിക്ക് ആവട്ടെ കണ്ണീന്ന് കണ്ണീര് വരെ വന്നു. അവന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. വെട്ടുകിട്ടി തളർന്നു കിടക്കുന്ന പീക്ക വീണ്ടും എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ സോറോ പീക്കയുടെ കൂടെ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. അതുപോലെ റോബിൻ, റെബേക്ക, ബാർത്തലോമിയോ, ലിയോ അവർ 4 പേരും ലെവൽ 4 ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് തന്നെ പോവാണ്. ഇതേ സമയത്ത് തന്നെ ദൂരത്ത് നിൽക്കുന്ന വിയോല അവളുടെ പവർ ഉപയോഗിച്ച് ടൊണ്ടാട്ട ട്രൈബിലെ പ്രിൻസസ് മാൻഷേരി എവിടെയാണ് അവർ പൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചു. ആ പ്രിൻസസിനെ അവർ പൂട്ടി വെച്ചിരിക്കുന്നത് ആ കൊട്ടാരത്തിൽ തന്നെയാണ്. അതും പണ്ട് വിയോല കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ കിങ് റീക്കു ശിക്ഷ എന്ന രീതിയിൽ അവളെ പണ്ട് പൂട്ടി വെക്കുന്ന അതേ റൂമിലാണ് പ്രിൻസസ് മാൻഷേരി അവർ പൂട്ടി വെച്ചിരിക്കുന്നത്. ഈ കാര്യം വിയോല പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലിയോയെ വിളിച്ച് അറിയിച്ചു. പ്രിൻസസ് മാൻഷേരിയെ പൂട്ടി വെച്ച റൂം എവിടെയാണെന്ന് ലിയോയ്ക്ക് അറിയാം. ഇവിടെ സ്മൈൽ ഫാക്ടറിക്ക് അകത്തുള്ള ടൊണ്ടാട്ട ട്രൈബിലെ ആൾക്കാർ മുഴുവൻ ആ സ്മൈൽ ഫാക്ടറിയുടെ വാതിൽ തുറക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാലേ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അവരെന്നിട്ട് എല്ലാവരും ചേർന്ന് അവിടെ ബാക്കിയുള്ള ഡോഫ്ലംഗോയുടെ ആൾക്കാരെ അടിച്ച് താഴെയിട്ട് ആ വാതിൽ എങ്ങനെയെങ്കിലും തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്മൈൽ ഫാക്ടറിയുടെ മാനേജർ ഒരു തടിച്ച ലേഡി അവിടേക്ക് വന്നു. അവളുടെ കയ്യിൽ ഒരു വലിയ വാക്യൂം ക്ലീനർ ഉണ്ട്. അവൾ അത് ഉപയോഗിച്ച് ആ മനുഷ്യന്മാരെ മുഴുവൻ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഫാക്ടറിയുടെ വാതിൽ വലിച്ചു തുറന്ന് നമ്മുടെ ഫ്രാങ്കി അകത്തേക്ക് വന്നു. സെന്യോർ പിക്കിനോട് കള്ളം പറഞ്ഞ് അവനെ പറ്റിച്ച് അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് നമ്മുടെ ഫ്രാങ്കി അകത്തേക്ക് വന്നത്. പക്ഷേ സെന്യോർ പിക്ക് പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അവൻ ഫ്രാങ്കിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഫ്രാങ്കി ആ വലിയ ലേഡിയെ തൂക്കിയെടുത്ത് സെന്യോർ പിക്കിന്റെ തലക്കടിച്ചു. അടി കിട്ടി താഴെ വീണിട്ട് പോലും ആ ലേഡി അടങ്ങുന്നില്ല. അതുകൊണ്ട് ആ ലേഡിയെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടി നമ്മുടെ ഫ്രാങ്കി ഒരു അറ്റകൈ പ്രയോഗം ചെയ്തു. അവിടെ വെച്ച് ആ ലേഡിക്ക് ഒരു കിസ് കൊടുത്തു. അതോടെ ആ ലേഡിക്ക് നമ്മുടെ ഫ്രാങ്കിയെ ഇഷ്ടപ്പെട്ടു. ശേഷം ബോധം വന്ന് എണീക്കുന്ന സെന്യോർ പിക്കും നമ്മുടെ ഫ്രാങ്കിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ഒരു 1.5 ഫൈറ്റ്. നേരത്തെ ജങ്കേറിലേക്ക് കാഞ്ചുറോയെ കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്തു ചാടിയ കിനിമോൻ അവസാനം അതിന്റെ അകത്ത് വെച്ച് അയാളുടെ ആളായിട്ടുള്ള കാഞ്ചുറോയെ കണ്ടുപിടിച്ചു. കാഞ്ചുറോ ഇത്രയും നേരം മറ്റൊരു അയാളെ കണ്ടുപിടിക്കാതിരിക്കാൻ അതിന്റെ അകത്ത് ഒളിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കിനിമോൻ കാഞ്ചുറോയെ കണ്ടുപിടിച്ചു. ഇനി അവർക്ക് അതിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകണം. അതുകൊണ്ട് അവർ എങ്ങനെ പുറത്തേക്ക് പോകുമെന്ന് വെച്ചാൽ ഈ കാഞ്ചുറോയ്ക്ക് ഒരു ഡോൾ ഫ്രൂട്ട് പവർ ഉണ്ട്. ആ ഫ്രൂട്ടിന്റെ പേരാണ് ഫുഡേ നോമി, അതായത് ബ്രഷ് ഫ്രൂട്ട്. ഒരു പാരമീസ ടൈപ്പ് ഡോൾ ഫ്രൂട്ട്. ആ ഫ്രൂട്ടിന്റെ പേര് പോലെ തന്നെ ആ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഏതൊരു ചിത്രം വരച്ചാലും അത് ശരിക്കുള്ള രൂപത്തിലേക്ക് മാറും. ഒരു 3D ഒബ്ജക്റ്റ് ആയിട്ട്. അതായത് അവനൊരു കിളിയെ വരച്ചാൽ അത് ശരിക്കുള്ള കിളിയായിട്ട് മാറും. അവൻ വരയ്ക്കുന്നത് എന്തും ആയിക്കോട്ടെ അത് റിയൽ ആയിട്ട് മാറും. ഇതാണ് കാഞ്ചുറോയുടെ പവർ. ഇപ്പൊ ഈ പവർ ഉപയോഗിച്ച് അവർക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി കാഞ്ചുറോ ചുമരിലൊരു കിളിയുടെ ചിത്രം വരച്ച് അതിനെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറ്റി. ശേഷം അവർ ആ കിളിയുടെ പുറത്ത് കയറി അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ അവരെ കൂടാതെ വേറെയും ഒരുപാട് ആൾക്കാർ ആ ജങ്കേറിലുണ്ട്. നേരത്തെ ടോയ്സ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ മനുഷ്യന്മാരായ സമയത്ത് ഈ ജങ്കേറിൽ ഉണ്ടായിരുന്ന ആൾക്കാരും മനുഷ്യന്മാരായിട്ട് മാറി. ഇപ്പൊ അവർക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി കാഞ്ചുറോ അവന്റെ പവർ ഉപയോഗിച്ച് അവർക്ക് ഒരു ഏണി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് കിനിമോനും കാഞ്ചുറോയും നേരെ നമ്മുടെ ഊസോപ്പും കിങ് റീക്കും വിയോലയുള്ള സ്ഥലത്തേക്ക് വന്നു. പക്ഷെ ഇപ്പൊ അവർക്കൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഊസോപ്പിനെയും കിങ് റീക്കുനെയും പിടിക്കാൻ നടക്കുന്ന ആൾക്കാര് കാഞ്ചുറോ ഉണ്ടായി കൊടുത്ത ഏണിയിൽ പിടിച്ചു കയറി മുകളിലേക്ക് വരുന്നുണ്ട്. ആദ്യം അവർക്ക് അതിന്റെ മുകളിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കാഞ്ചുറോ ഉണ്ടായി കൊടുത്ത ഏണിയിലൂടെ അവർക്ക് മുകളിലേക്ക് വരാൻ പറ്റും. അവരെ ഇപ്പൊ പിടിക്കാൻ വരുന്നത് ക്രിമിനൽസ് ആണ്, അതായത് പൈററ്റ്സ് ആണ്. ഈ പൈററ്റ്സിനെ കൂടാതെ കിങ് റീക്കുനെയും ഊസോപ്പിനെയും പിടിക്കാൻ ഈ ഡ്രസ് റോസയിലെ ഒരു കൂട്ടം ജനങ്ങളും വരുന്നുണ്ട്. ഡോഫ്ലമിംഗോക്കെതിരെ നിൽക്കുന്ന 12 ആൾക്കാരെ, ആ 12 ക്രിമിനൽസിനെ പിടിച്ചു കൊടുക്കാന്നല്ലാതെ അവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല. അവരെ
സംബന്ധിച്ച് അവർക്കിപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അവർക്ക് കിങ് റീക്കു തെറ്റൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം നിരപരാധിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഡോഫ്ലമുക്കെതിരെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിപ്പോ അവരെ സഹായിച്ച കിങ് റീക്കുവിനെ ആണെങ്കിൽ പോലും അവർ പിടിച്ചെടുക്കാൻ തയ്യാറാണ്. ഇതേ സമയത്ത് ഫ്ലോർ ഫീൽഡിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോബിൻ, ബാർത്തലോമിയോ, റെബേക്ക ഇവരെ 3 പേരെയും താഴെ നിന്ന് കാണുന്ന ഗ്ലാഡീസ് അവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ആ അറ്റാക്ക് കൊള്ളുന്നത് റോബിനും ബാർത്തലോമിക്കും മാത്രമാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ലൂഫി നിൽക്കുന്ന ഭാഗത്തേക്ക് വീണു. അറ്റാക്ക് കൊള്ളാത്ത റെബേക്ക അവിടെ നേരെ ഫ്ലോർ ഫീൽഡിലേക്ക് പോകുന്നു. ലൂഫിയും ലോയും താഴെയാണെന്നുള്ള കാര്യം റെബേക്കയ്ക്ക് അറിയില്ല. അവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവർ ഫ്ലോർ ഫീൽഡിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് റെബേക്ക ലോയുടെ കയ്യിൽ ബലം കഴിക്കാനുള്ള ചാവി കൊണ്ട് നേരെ മുകളിലേക്ക് പോകുന്നത്. താഴേക്ക് എത്തിയ റോബിനും ബാർത്തലോമിയോ ലൂഫിയെ കണ്ടു. ലൂഫിക്കും ലോയ്ക്കും പെട്ടെന്ന് മുകളിലേക്ക് എത്താൻ വേണ്ടി ബാർത്തലോമിയോ അവന്റെ ബാരിയർ ഫ്രൂട്ടിന്റെ പവർ കൊണ്ട് സ്റ്റെപ്സ് ഉണ്ടാക്കി കൊടുത്തു. അവൻ തന്റെ ബാരിയർ ഫ്രൂട്ടിന്റെ മുഴുവൻ ലിമിറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ സ്റ്റെപ്സ് ഉണ്ടാക്കിയത്. ഇതിൽ കൂടുതൽ അവന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ലൂഫി മുകളിലേക്ക് എത്തുന്നത് വരെ അവന് വേറെ ബാരിയറോ പ്രൊട്ടക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അതായത് അവൻ ഇനി ഒരു ബാരിയർ ഉണ്ടാക്കണമെങ്കിൽ ആ സ്റ്റെപ്സ് തിരിച്ചെടുക്കേണ്ടി വരും. അതായത് ഇനി അവനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് അവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ സ്റ്റെപ്സ് തിരിച്ചെടുക്കേണ്ടി വരും. പക്ഷെ ലൂഫി മുകളിലേക്ക് എത്താതെ അവൻ ആ സ്റ്റെപ്സ് തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടാൻ പോകുന്ന എല്ലാ അറ്റാക്കും അവന്റെ ശരീരത്തിലേക്ക് കൊള്ളും. ഇപ്പൊ ലൂഫി ഒട്ടും സമയം കളയാതെ ലോയെ എടുത്ത് ബാർത്തലോമിയോ ഉണ്ടാക്കി കൊടുത്ത സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് ഓടി പോകുന്നു. അപ്പൊ ഇത് കാണുന്ന ഗ്ലാഡീസ് പെട്ടെന്ന് ലൂഫി അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന റോബിനും ബാർത്തലോമിയും കാവ്നിഷും ചേർന്ന് ഗ്ലാഡീസിനെ തടഞ്ഞു. ലൂഫി മുകളിലേക്ക് ഓടി പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അവനെ പുറകിൽ നിന്ന് സഹായിക്കുകയാണ്. ഇപ്പൊ ഈ ഐലൻഡിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ, അവരെവിടെയൊക്കെയാണെന്നുള്ള കറക്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഡോഫ്ലമുഗോ പീക്കയുടെ സഹായത്തോടെ ഈ ഐലൻഡിന്റെ സ്ട്രക്ചർ മുഴുവൻ കുഴച്ചു മറിച്ച് മുഴുവനായിട്ട് ഒരു അവിയൽ പോലെ ആക്കി വെച്ചു. അതിൽ അവൻ ഇരിക്കുന്ന അവന്റെ കൊട്ടാരം ആദ്യം ഉണ്ടായിരുന്ന ഭാഗത്തു നിന്ന് മാറ്റി ഫ്ലോർ ഫീൽഡിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതൊരു 4 ലെവലാക്കി ഉയർത്തി. ഇപ്പൊ ഡോഫ്ലമുഗോ ആ 4ാമത്തെ ലെവലിന്റെ മുകളിലാണ് ഉള്ളത്. അതായത് ആ കൊട്ടാരത്തില്. അവിടെ നിന്ന് മാറി സ്മൈൽ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ നേരത്തെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സ്മൈൽ ഫാക്ടറി പീക്ക് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ഫ്രാങ്കി ആ സ്മൈൽ ഫാക്ടറി നശിപ്പിക്കാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോഫ്ലമുഗോയുടെ ആള് സെന്യൂർ പിഗ് നമ്മുടെ ഫ്രാങ്കിയെ തടഞ്ഞു. തുടർന്ന് ഫ്രാങ്കിയും സെന്യൂർ പിഗും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ കൊട്ടാരം ഉണ്ടായിരുന്ന കുറച്ച് ഉയർന്ന സ്ഥലത്താണ് നമ്മുടെ ഗോഡ് ഊസോപ്പ്, വിയോല, കിങ് റീക്കു, കൂടാതെ ജംഗേറിൽ നിന്ന് വന്ന കിനിമോൻ, കാഞ്ചുറോ, അതുപോലെ കിങ് റീക്കുവിനെ സഹായിക്കാൻ വന്ന ഒരുപാട് ആൾക്കാർ. ഇവരെല്ലാവരും ആ ഉയർന്ന സ്ഥലത്താണുള്ളത്. അവിടേക്ക് കാഞ്ചുറോ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇതിന്റെ മുകളിൽ സേഫ് ആയിരുന്നു. പക്ഷെ അവിടേക്ക് വന്ന കാഞ്ചുറോ ഒരു മണ്ടത്തരം ചെയ്തു. താഴെയുള്ള ആൾക്കാർക്ക് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ അവനൊരു സൗകര്യം ഉണ്ടായി കൊടുത്തു. അതുകൊണ്ട് ഊസോപ്പിനെ പിടിക്കാൻ നടക്കുന്ന ജനങ്ങളും മറ്റുള്ള പൈററ്റ്സും ഊസോപ്പിനെ പിടിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ സോറോ പീക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ലൂഫിയെ സഹായിക്കാൻ അവന്റെ കൂടെ വന്ന പൈററ്റ്സ് എല്ലാവരും ഡോഫ്ലമുഗോ ആൾക്കാരുടെ കൂടെ ലെവൽ 2-ൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ഡോഫ്ലമുഗോ ആൾക്കാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ 2ാമത്തെ ലെവലിന്റെ തൊട്ട് മുകളിലുള്ള 3ാമത്തെ ലെവലില് ലൂഫിയെ തടയാൻ ശ്രമിച്ച ഗ്ലാഡീസിനെ റോബിൻ, ബാർത്തലോമിയോ, കാവൻഡിഷ് ഇവര് 3 പേരും ലൂഫിയെ സഹായിക്കാൻ വേണ്ടി ഗ്ലാഡീസിന്റെ കൂടെ ഫൈറ്റ് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ലൂഫി അവിടെ ലോയം എടുത്ത് 4ാമത്തെ ഫ്ലോറിലേക്ക് ഓടി പോകുന്നു. അവന്റെ തൊട്ട് പുറകെ തന്നെ കീറോസും പോകുന്നുണ്ട്. കാരണം അവർക്കൊക്കെ മുന്നേ റെബേക്ക അതിന്റെ മുകളിലേക്ക് എത്തി. അതുകൊണ്ട് റെബേക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവളെ സഹായിക്കാൻ വേണ്ടിയാണ് കീറോസ് മുകളിലേക്ക് പോകുന്നത്. കൂടാതെ കീറോസിന് അവന്റെ പഴയ ഒരു കണക്ക് തീർക്കാനുമുണ്ട്. മുകളിലേക്ക് എത്തിയ റെബേക്ക അവിടെ ആ ചാവി കൊടുക്കാൻ വേണ്ടി ലൂഫിയെ കാത്തു നിൽക്കുകയാണ്. സോ എല്ലാവരും പല പല ഭാഗത്താണ്. ഇപ്പൊ ഫ്ലോർ ഫീൽഡിൽ എത്തിയ റെബേക്ക ലൂഫിയെ കാത്തു നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് അവൾ പോലും പ്രതീക്ഷിക്കാതെ ഡോൺ കിഹോത്തെ ഫാമിലിയിലെ ഡിയാമാൻഡെ വരുന്നു. റെബേക്കയെ കണ്ട ഡിയാമാൻഡെ അവളെ അറ്റാക്ക് ചെയ്യാണ്. റെബേക്കയ്ക്ക് അവിടെ ഡിയാമാൻഡയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് റെബേക്ക ഒന്നും നോക്കാതെ തിരിഞ്ഞോടി. അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ കയ്യിലുള്ള ചാവി ഒന്ന് ലൂഫിക്ക് കൊടുക്കണം. അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് തിരിഞ്ഞോടുമ്പോൾ ഡിയാമാൻഡെ അവന്റെ വാളുകൊണ്ട് അവളെ വെട്ടി താഴെ ഇട്ടു. എന്നിട്ട് അവൻ താഴെ വീണ് കിടക്കുന്ന അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തുടങ്ങുമ്പോൾ അവള് സോൾജിയേഴ്സ് ആണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയും. അപ്പൊ പെട്ടെന്ന് ഓടി വരുന്ന കീറോസ് ഡിയാമാൻഡയെ വന്ന് വെട്ടി. ഇനി ഡിയാമാൻഡയുടെ കാര്യം കീറോസ് നോക്കിക്കോളും. അവന്റെ മനസ്സിലെ ഡിയാമാൻഡയോട് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു പകയുണ്ട്. ആ പ്രതികാരം കീറോസ് ഇപ്പൊ തീർക്കും. അങ്ങനെ കീറോസും ഡിയാമാൻഡയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ ലൂഫി അതിന്റെ മുകളിലേക്ക് ഓടി വന്നു. അപ്പൊ ലൂഫിയുടെ പുറകെ തന്നെ അവനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ജയന്റ് ആയിട്ടുള്ള ടോയ് സോൾജറും ഉണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഓടി വരുന്ന ലൂഫി ആവട്ടെ റെബേക്കയുടെ കയ്യിൽ നിന്ന് ആ ചാവി വാങ്ങി. പക്ഷെ അപ്പോഴേക്കും അവന്റെ പുറകെ വന്ന ആ ടോയ് സോൾജർ ലൂഫിയും ലോയും ചേർത്ത് വിഴുങ്ങി. അത് കണ്ട് റെബേക്ക ഷോക്കായി നിൽക്കുമ്പോൾ ഒരു വിലങ്ങ് താഴേക്ക് വന്ന് വീണു. ഇനി നടക്കാൻ പോകുന്ന കാര്യം പറയണ്ടല്ലോ. ലോയ അവന്റെ റൂം ക്രിയേറ്റ് ചെയ്ത് ആ ടോയ് സോൾജറെ പല കഷ്ണങ്ങളാക്കി വെട്ടി താഴെ ഇട്ടു. ഇനി ലൂഫിയും ലോയും നേരെ ഡോഫ്ലമുഗോയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവൻ അവിടേക്ക് ഓടി പോകുമ്പോൾ അവന്റെ പുറകിൽ നിന്ന് റെബേക്ക, ഹേയ് ലൂസി, നീ ശരിക്കും ഡോഫ്ലമുഗോയെ തോൽപ്പിക്കുവോ? അത് കേട്ട നമ്മുടെ ലൂഫി ആവട്ടെ, ഞാൻ ലൂസി അല്ല, എന്റെ പേരാണ് ലൂഫി, ഈ ലോകത്തിലെ കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവൻ, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ ലൂഫി ലോയുടെ കൂടെ അവിടെ നിന്ന് ഓടി പോവാണ്. തുടർന്ന് അവർ രണ്ടുപേരും ആ കൊട്ടാരത്തിന്റെ അകത്തേക്ക് വന്നു. പക്ഷെ ആ കൊട്ടാരത്തിന്റെ അകത്ത് അവരെയും കാത്തൊരു വലിയ പ്രശ്നമുണ്ട്. അവരറിയാത്തൊരു പ്രശ്നം. അതെന്താണെന്ന് വെച്ചാൽ അവർ കൊട്ടാരത്തിന്റെ അകത്തേക്ക് വന്നാൽ അവരെ ടോയ്സ് ആക്കി മാറ്റാൻ കാത്തു നിൽക്കുന്ന ഷുഗർ എവിടെയുണ്ട്. ഈ കാര്യം ദൂരെ നിൽക്കുന്ന വിയോല അവളുടെ പവർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. കൊട്ടാരത്തിലേക്ക് എത്തിയ ലൂഫിക്കും ലോയ്ക്കും ഷുഗർ ആരാണെന്നുള്ള കാര്യം അറിയില്ല. അവരവളെ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. ദൂരെ നിൽക്കുന്ന വിയോലയ്ക്കാവട്ടെ അവിടെ ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. അതുകൊണ്ട് ഷുഗർ അവരെ ടോയ്സ് ആക്കി മാറ്റുന്നതിന് മുമ്പ് പുറത്ത് നിൽക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ നമ്മുടെ ഗോഡ് ഊസോപ്പ് അവന്റെ ക്യാപ്റ്റനെ രക്ഷിക്കാൻ വേണ്ടി അത്രയും ദൂരത്ത് നിന്ന് ഷുഗറിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തീരുമാനിച്ചു. കാഞ്ചുറോയാണ് ഊസോപ്പിനെ ഷൂട്ട് ചെയ്യാൻ ഒരു പ്രത്യേക ബുള്ളറ്റ് ഉണ്ടായി കൊടുക്കുന്നത്. തുടർന്ന് വിയോല അവളുടെ പവർ ഉപയോഗിച്ച് കൊട്ടാരത്തിൽ നിൽക്കുന്ന ഷുഗറിന്റെ കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് ഊസോപ്പിന് പറഞ്ഞു കൊടുത്തു. അതിന് പുറമെ നമ്മുടെ ഊസോപ്പ് ആവട്ടെ അവന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒബ്സർവേഷൻ ഹാക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ
ഊസോപ്പ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ അവരെ പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ കിങ് റീക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും ചേർന്ന് അവരെ കുറച്ചു സമയത്തേക്ക് തടഞ്ഞു നിർത്തും. ഊസോപ്പ് ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്നതും പക്ഷെ അത് അവൻ ഉന്നം വെച്ച സ്ഥലത്ത് കൊള്ളാത്തത് കാരണം ലൂഫിയുടെയും ലോയുടെ അടുത്തേക്ക് വരുന്ന ഷുഗർ അവരെ ഒറ്റയടിക്ക് ടോയ്സ് ആക്കി മാറ്റി. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഊസോപ്പ് അവന്റെ ഒബ്സർവേഷൻ ഹാക്കിക്കൊണ്ട് കാണുന്നതാണ്. അഥവാ ഊസോപ്പിന് എങ്ങനെ ഉന്നം പിഴച്ചാൽ അവൻ കണ്ടതുപോലെ തന്നെ സംഭവിക്കും. ഇത്രയും ദൂരത്ത് നിൽക്കുന്ന ഊസോപ്പിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവനാണെങ്കിൽ അവരുടെ കറക്റ്റ് പൊസിഷനും മനസ്സിലാവുന്നില്ല. കൊട്ടാരത്തിലുള്ള ഷുഗർ ആവട്ടെ ലൂഫിയുടെയും ലോയുടെ അടുത്തേക്ക് എത്തി. ലൂഫിയുടെയും ലോയുടെയും കണ്ണിൽ അതൊരു ചെറിയ കുട്ടി മാത്രമാണ്. അവൾ ആരാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഉന്നം പിടിച്ചു നിൽക്കുന്ന ഊസോപ്പിനെ പെട്ടെന്ന് അവന്റെ ഒബ്സർവേഷൻ ഹാക്കി കാരണം അവരുടെ ആ ഒരു ഓറ, ആ ഒരു പ്രസൻസ് മനസ്സിലാവുന്നുണ്ട്. അതായത് അവർ നിൽക്കുന്ന പൊസിഷൻ ഊസോപ്പിന് കൃത്യമായിട്ട് മനസ്സിലായി. ഉടനെ തന്നെ ഊസോപ്പ് അവൻ ഉന്നം വെച്ച ഭാഗത്തേക്ക് ആ സ്പെഷ്യൽ ബുള്ളറ്റ് വലിച്ച് ഷൂട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക ആ ബുള്ളറ്റ് കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. എല്ലാവരുടെയും പ്രതീക്ഷ ആ ഒരു ബുള്ളറ്റിൽ മാത്രം. അങ്ങനെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോകുന്തോറും ആ ബുള്ളറ്റ് ഒരു ബോംബ് പോലെ പൊട്ടാൻ തുടങ്ങി. അതിന്റെ യഥാർത്ഥ ബുള്ളറ്റ് അതിന്റെ അകത്താണുള്ളത്. അതിന്റെ പുറത്തുള്ള ഭാഗം 3 പ്രാവശ്യം ബോംബ് പോലെ പൊട്ടി. അങ്ങനെ അതിലെ യഥാർത്ഥ ബുള്ളറ്റ് ഊസോപ്പ് പ്രതീക്ഷിച്ചതുപോലെ കൊട്ടാരത്തിന്റെ ജനൽ വഴി അകത്തേക്ക് വന്നു. അപ്പൊ ലൂഫിയും ലോയും ടൂയാക്കി മാറ്റാൻ നിൽക്കുന്ന ഷുഗറിന്റെ അടുത്തേക്കാണ് ആ ബുള്ളറ്റ് വരുന്നത്. ആ ബുള്ളറ്റ് അടുത്തേക്ക് വരുന്നത് കാണുന്ന ഷുഗർ അവിടെ പേടിച്ച് വരണ്ടുപോയി. കാരണം ആ ബുള്ളറ്റ് മറ്റൊന്നുമല്ല, നമ്മുടെ ഊസോപ്പിന്റെ തന്നെ പേടിപ്പിക്കുന്ന മുഖത്തിന്റെ രൂപമാണ്. അവൾ നേരത്തെ കണ്ട് പേടിച്ച അതേ രൂപം. ഈ ബുള്ളറ്റാണ് കാഞ്ചറോ അവന്റെ പവർ ഉപയോഗിച്ച് ഊസോപ്പിന് ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ വീണ്ടും ഊസോപ്പിന്റെ അതേ പേടിപ്പിക്കുന്ന രൂപം കാണുന്ന ഷുഗർ അവിടെ നേരത്തേതുപോലെ പേടിച്ച് വരണ്ട് താഴെ വീണു. അങ്ങനെ അവളുടെ ബോധം പോയി. ശേഷം നമ്മുടെ ലൂഫിയും ലോയും കൊട്ടാരത്തിന്റെ തന്നെ മുകളിലേക്ക് എത്തി. അവിടെയാണ് അവർ ഇത്രയും നേരം കാത്തിരുന്ന, അവരെ ഇത്രയും നേരം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഡോൺ കിഹോത്തെ ഡോഫ്ലംഗോ ഉള്ളത്. അങ്ങനെ അവസാനം ലൂഫിയും ലോയും ഡോഫ്ലംഗോയുടെ നേർക്ക് നേരെ വന്നു. അപ്പൊ ഡോഫ്ലംഗോയുടെ കാൽച്ചുവട്ടില് അടികിട്ടി അവശനായി കിടക്കുന്ന ബെലമിയെ ലൂഫി കണ്ടു. ബെലമി എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് വെച്ചാൽ നേരത്തെ ബെലമിയെ കൊല്ലാൻ ഡോഫ്ലംഗോ ആളെ പറഞ്ഞയച്ചില്ലേ, അത് ചോദിക്കാൻ. കൂടാതെ ഡോൺ കിഹോത്തെ ഫാമിലിയിലെ ഒരു മെമ്പർ ആക്കാൻ അവൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോഫ്ലംഗോ അവനെ അടിച്ച് താഴെയിട്ടു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ ഡോഫ്ലംഗോ അവന്റെ പവർ ഉപയോഗിച്ച് നിലത്ത് കിടക്കുന്ന ബെലമിയെ കൺട്രോൾ ചെയ്ത് ലൂഫി അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ ലോയുടെ കൂടെ അവന്റെ മറ്റൊരു ക്ലോണിനെ വിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്ന ലൂഫി ആവട്ടെ ചാടി വന്ന് ലോയുടെ സഹായത്തോടെ ഡോഫ്ലംഗോയുടെ നെഞ്ചാങ്കൂടിനിട്ട് ഒരു ഒറ്റ പഞ്ച്. അതുപോലെ അവിടെ തന്നെ ഡോഫ്ലംഗോയെ സഹായിക്കാൻ നിൽക്കുന്ന ട്രബിളിനെ ലോ അവന്റെ പവർ ഉപയോഗിച്ച് വെട്ടിമുറിച്ചു. ഇതേ സമയത്ത് കിങ് റീക്കുവിനെയും ഊസൂപ്പിനെയും എല്ലാം പിടിക്കാൻ വേണ്ടി വന്ന ജനങ്ങൾ അവിടെ ആദ്യം അവരെ കെട്ടിവെച്ചു. പക്ഷേ കിങ് റീക്കുവിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ജനങ്ങൾ അവരുടെ സ്വന്തം തെറ്റ് മനസ്സിലാക്കി കിങ് റീക്കുവിനെയും ഊസൂപ്പിനെയും ബാക്കിയുള്ള എല്ലാവരെയും വെറുതെ വിട്ടു. കൂടാതെ അവിടേക്ക് ഊസൂപ്പിനെയും കിങ് റീക്കുവിനെയും പണത്തിന് വേണ്ടി പിടിക്കാൻ വരുന്ന പൈററ്റ്സിനെ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർത്തു. ആ സമയത്താണ് അവരെല്ലാവരും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ തൊട്ടടുത്ത് അഡ്മിറൽ ഫുജിറ്റോറ ഇരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവരെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല. നേരത്തെ സാബോയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അഡ്മിറൽ ഫുജിറ്റോറ അവസാനം അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. അവരങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് അഡ്മിറൽ ഫുജിറ്റോറ, നീ ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ വഴിയിൽ തടസ്സമായിട്ട് ഞാൻ വരുന്നില്ല എന്നൊരു മട്ടിൽ ആ ഫൈറ്റ് അവസാനിപ്പിച്ചു. അപ്പൊ സാബോ അയാളോട് ചോദിക്കുന്നത്, അഥവാ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും കണ്ടാലോ അത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, കാരണം നീ എന്നെ തടഞ്ഞു വെച്ചതായിരുന്നില്ലേ എന്ന് പറഞ്ഞ അഡ്മിറൽ ഫുജിറ്റോറ തൽക്കാലം സാബോയുടെ കൂടെ നിന്നു. അതായത് അദ്ദേഹം ഇപ്പൊ അവരെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങളെ സംരക്ഷിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് മറ്റെന്തോ ഉള്ളൂ. ഇപ്പൊ കിങ് റീക്കുവിന്റെ അടുത്തേക്ക് വരുന്ന അഡ്മിറൽ ഫുജിറ്റോറ, കിങ് റീക്കു, നിങ്ങൾ വിശ്വസിക്കുന്ന സ്ട്രോ ഹാറ്റിനെ തന്നെ ഇപ്രാവശ്യം ഞാനും വിശ്വസിക്കാൻ തീരുമാനിച്ചു. അതായത് അഡ്മിറൽ ഫുജിറ്റോറയ്ക്ക് നമ്മുടെ ലൂഫിയെ വിശ്വാസമുണ്ട്. അവനെ ഈ യുദ്ധം ജയിച്ച് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുന്നുള്ള ഒരേ ഒരു പ്രതീക്ഷ അഡ്മിറൽ ഫുജിറ്റോറയ്ക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ സ്ട്രോ ഹാറ്റ്സിനും ആ ഐലൻഡിലുള്ള എല്ലാ ജനങ്ങൾക്കും ലൂഫിയാണ് വിശ്വാസം. അവരുടെ ആ ഒരു വിശ്വാസം ലൂഫി ഒരിക്കലും തകർക്കില്ല. ഡോഫ്ലംഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ലൂഫി ആദ്യം ഡോഫ്ലംഗോക്കെതിരെ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവസാനം ഡോഫ്ലംഗോ അവന്റെ സ്ട്രിംഗ് ഉപയോഗിച്ച് ലൂഫിയുടെ കൈ കെട്ടിവെച്ച് അവനെ ബെലമിയെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ടു. അതുപോലെ തന്നെ ഡോഫ്ലംഗോ ലോയും വെട്ടി താഴെയിട്ടു. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ശ്രദ്ധിച്ച് കേട്ടോ, ഈ ലോകത്തിലെ തന്നെ നോബിൾ ആയിട്ടുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ രക്തമാണ് ഞാൻ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശക്തി അതെനിക്ക് ജനിച്ചപ്പോഴേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ അച്ഛൻ ഒരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞ് ഈ നരകത്തിലേക്ക് വന്നു. അയാൾ വെറും ഒരു മണ്ടനായിരുന്നു. അങ്ങേരുടെ കോപ്പിലെ ഒരു മനുഷ്യന്മാരുടെ കൂടെയുള്ള ജീവിതം, അതും ഈ വൃത്തികെട്ട മനുഷ്യന്മാരുടെ കൂടെ. അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എന്റെ 10ാമത്തെ വയസ്സില് ഈ ലോകത്തിലെ സ്വർഗവും നരകവും എന്താണെന്ന് ഞാൻ കണ്ടു. അതിനുശേഷം ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള എന്റെ അച്ഛൻ ആ നാറിയെ ഞാൻ കൊന്നു. എന്നിട്ട് അയാളുടെ തല കൊണ്ട് ഞാൻ നേരെ മറൈ ജോലിക്ക് ചെന്നു. പക്ഷേ ഒരു പ്രാവശ്യം എല്ലാം വിട്ടെറിഞ്ഞു വന്നവരെ അവര് തിരിച്ച് കയറ്റില്ലല്ലോ. അന്ന് എനിക്ക് മനസ്സിലായി ഈ നരകത്തിൽ നിന്ന് കരകയറാൻ ഒരു വഴിയില്ലെന്ന്. നീയൊക്കെ ജീവിച്ചതിന്റെ മറ്റൊരു രീതിയിലാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് നിന്റെയൊക്കെ ഈ കണ്ണുപൊത്തിക്കളി കളിക്കാൻ എനിക്ക് സമയമില്ല. മനസ്സിലായോടാ പന്ന
കീടങ്ങളെ. എന്നാ ശരിലോ, ആദ്യം നിന്നെ തന്നെ കൊന്നുകൊണ്ട് നമുക്കിതങ്ങ് തുടങ്ങാം. അപ്പൊ ലോർഡ് ഓഫ് ലംഗോയോട് അതിനു മുമ്പ് എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവാനുണ്ട്. മറൈജോയിൽ നിന്ന് പുറത്താക്കിയ ഒരു സെലസ്റ്റിയൽ ഡ്രാഗന് വീണ്ടും എങ്ങനെയാണ് CP0 പോലെയുള്ള ഹയർ അതോറിറ്റീസിലെ സഹായം കിട്ടുന്നേ? അവരെന്തിനാ ഇന്ന് രാവിലെ നിങ്ങളെ സഹായിക്കാൻ എവിടേക്ക് വന്നത്? അപ്പൊ ഡോഫ്ലംഗോ ലോയോട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മറൈജോയിലുള്ള ഒരു വലിയ രഹസ്യത്തെ പറ്റി എനിക്കറിയാം. ഈ ലോകത്തെ തന്നെ പിടിച്ച് കുലുക്കാൻ പറ്റുന്ന ഒരു വലിയ രഹസ്യം. ആ രഹസ്യം അറിയുന്ന എന്നെ അവരാദ്യം കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് എന്നെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് അവരെന്നോട് സഹകരിക്കാൻ തുടങ്ങി. കൂടാതെ അന്ന് എന്റെ അടുത്ത് നീ ഉപയോഗിക്കുന്ന ഓപ്പ് ഫ്രൂട്ടിന്റെ പവർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റു പലതും ചെയ്യാൻ കഴിയുമായിരുന്നു. അതിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് നിനക്കറിയില്ല. നിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉപയോഗിച്ച് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും മരിക്കാതെ ഇമ്മോർട്ടൽ ആയിട്ട് ഇരിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു അൾട്ടിമേറ്റ് ഡെവിൾ ഫ്രൂട്ട് ആണ് നിന്റേത്. അതായത് ഡോഫ്ലംഗോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ലോയുടെ ഡെവിൾ ഫ്രൂട്ട് പവർ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൽ തന്നെ പെർപെച്വൽ യൂത്ത് സർജറി എന്ന് പറയുന്ന ഒരു സർജറി ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഒരിക്കലും മരിക്കാതെ ഇമ്മോർട്ടൽ ആയിട്ട് മാറാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ആ സർജറി ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആൾ മരിച്ചു പോകും. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലോ ഡോഫ്ലംഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോയുടെ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നത്.